Hey guys, welcome back to our channel. ഇന്നലെ നമ്മള് നൗൺസ് നോക്കിയിരുന്നു, അതൊക്കെ റൂൾസ് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ രണ്ട് ഹോംവർക്ക് തന്നിരുന്നു. ഒന്ന് വൊക്കാബുലറി ബേസ്ഡ് ഒന്ന്, ഇനി ഒന്ന് 5 questions ഫോക്കസ് തന്നിരുന്നു. അതിൽ കുറെ പേര് ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ആൻസേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ കമന്റിങ്. ആൻഡ് നമ്മൾ വൊക്കാബുലറി എന്താണെന്ന് നോക്കിയിട്ട് മീനിങ് നോക്കിയിട്ട് ദെൻ നമ്മൾ 5 questions ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് പ്രൊനൗൺസ് ആണ്. സോ നമ്മൾ ഇത് കഴിഞ്ഞ പിന്നെ ഡിസ്കസ് ചെയ്ത പിന്നെ നമ്മൾ പ്രൊനൗൺസിന്റെ റൂൾസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിലും അഗെയിൻ ലാസ്റ്റ് 7 questions ഞാൻ തരും, പ്രൊനൗൺസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അത് തീർച്ചയായും നിങ്ങൾ നാളെ കമന്റ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് എ സെഷൻ. ഫസ്റ്റ് നമ്മൾ ഇന്നലെ വന്നിട്ട് അനിമോസിറ്റി പറഞ്ഞ വേർഡിന്റെ വൊക്കാബുലറി ചോദിച്ചിരുന്നു. സോ ഇന്നലെ കുറെ പേര് മൈക്ക് ശരിയില്ലെന്ന് പറഞ്ഞു. സോ സോറി ഫോർ ദാറ്റ്. ഞാൻ മൈക്ക് ശരിയാക്കിയിട്ടുണ്ട്, അതാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. സോ ഇന്ന് ഞാൻ മൈക്ക് കറക്റ്റ് ആയിട്ടുണ്ടോന്ന് ഒന്ന് പറയൂ, കമന്റ്സിൽ പറയൂ. പിന്നെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാം വൊക്കാബുലറി. ആൻഡ് ഇന്നലെ വന്നിട്ട് കുറെ പേര് അനിമോസിറ്റിന്റെ മീനിങ് പറഞ്ഞിരുന്നു. അനിമോസിറ്റിന്റെ മീനിങ് ഹോസ്റ്റിലിറ്റി പറഞ്ഞിരുന്നു. ആൻഡ് ഹോസ്റ്റിലിറ്റിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡാണ്. അനിമോസിറ്റി ഇമ്പോർട്ടന്റ്, ഹോസ്റ്റിലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഹോസ്റ്റിലിറ്റിന്റെ മീനിങ് കുറെ പേർക്ക് അറിയില്ല. സോ അനിമോസിറ്റി ആൻഡ് ഹോസ്റ്റിലിറ്റി, ആനം പറഞ്ഞ റൂട്ട് വേർഡിന് ഈ അനിമോസിറ്റി എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ആയിരിക്കണം. സോ ആനം പറഞ്ഞ റൂട്ട് വേർഡിന്റെ മീനിങ് ഇന്നലെ പറഞ്ഞിരുന്നു. സോ അതിന്റെ മീനിങ്, ആനം പറഞ്ഞ റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ വെച്ചാൽ മൈൻഡ് എന്ന് അർത്ഥമാണ്. സോ അനിമോസിറ്റി എന്ന് പറഞ്ഞ വേർഡില് ആനം പറഞ്ഞ വേർഡ് എങ്ങനെ വേർഡ് വെച്ചാൽ ബാഡ് മൈൻഡ്, ഓർ ബാഡ് തോട്ട്സ് അബൌട്ട് സംവൺ എൽസ് എന്ന് പറഞ്ഞിട്ടാണ് മീനിങ് വരുന്നത്. സോ അനിമോസിറ്റി ആയിക്കോട്ടെ, അല്ല ഹോസ്റ്റിലിറ്റി. സോ ഹോസ്റ്റിലിറ്റി അല്ല ഹോസ്റ്റൈൽ. ഓക്കെ, ഹോസ്റ്റൈൽ പറഞ്ഞ വേർഡ് ഉണ്ട്. സോ ഈ വേർഡ്സിന്റെ, ഈ 3 വേർഡ്സിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഹാവിങ് ഹേറ്റ്രിഡ്. ഓക്കെ, ഹാവിങ് ഹേറ്റ്രിഡ് ടുവേർഡ്സ് സംവൺ എൽസ്. സോ ഇനിയൊരു ആളിനെ ഹേറ്റ് ചെയ്യണത്, ഹേറ്റ് എന്ന് പറയില്ലേ, ഇത് ഹേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ. സോ ഹേറ്റ് അല്ല ഹേറ്റ്രിഡ്. സോ അനിമോസിറ്റി, ഹോസ്റ്റിലിറ്റി, ഹോസ്റ്റൈൽ, ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഹേറ്റ്രിഡ് എന്നാണ് അർത്ഥം. ബാഡ് മൈൻഡ് ഓർ ബാഡ് തോട്ട്സ് അബൌട്ട് സംവൺ എൽസ്. സോ ഹേറ്റിംഗ് സംവൺ, ഇതാണ് അനിമോസിറ്റി, ഹോസ്റ്റിലിറ്റി ആൻഡ് ഹോസ്റ്റൈലിന്റെ മീനിങ്. ആൻഡ് കമ്മിങ് ബാക്ക് ടു അവർ 5 questions ഇന്നലെ തന്നത്, അത് വന്നിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇന്നലെ ഈ 5 questions ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നു. അതിൽ കുറെ പേര് ഇതിന്റെ ആൻസർ ഇട്ടിരുന്നു, കറക്റ്റ് ആൻസേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വന്നിട്ട് ഒരു ക്വസ്റ്റ്യന് മാത്രം റൂൾ ഡിസ്കസ് ചെയ്തില്ല. അത് വന്നിട്ട് അതിന് റൂൾ ഇല്ല ഈ ക്വസ്റ്റ്യന്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട്, സോ അത് ഡിസ്കസ് ചെയ്തില്ല. അതൊന്ന് പറയാം, അതിന് റൂൾ ആക്ച്വലി ഇല്ല, പക്ഷെ നമ്മൾ അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യാം വൈഡ് റേഞ്ചിൽ. സോ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്താണ്? ബിൽഡിങ്സ് റൂഫ് ആണ് റോങ്. അതിന് പകരം റൂഫ് ഓഫ് ദ ബിൽഡിംഗ്. എന്താണ് ആ റൂള്? ഈ ബിൽഡിംഗ് പറഞ്ഞത് നോൺ ലിവിങ് തിങ്. സോ പൊസിഷൻ കേസിൽ ബിൽഡിംഗ്, അതായത് നോൺ ലിവിങ് തിങ്സിന് അപ്പോസ്ട്രോഫി എസ് വരില്ല. സോ അതിന് പകരം ഈ ബിൽഡിംഗ്, അതായത് എന്ത് സാധനം അത് സെക്കൻഡ് വന്നിട്ട് അതിന് മുമ്പ് ഓഫ് ദ ഇട്ടിട്ട് എന്തോ അത് റൂഫ് ഫസ്റ്റ് വരണം. സോ റൂഫ് ഓഫ് ദ ബിൽഡിംഗ് ഇസ് ദി ആൻസർ ഹിയർ. ആൻഡ് ഈ സെക്കൻഡ് വൺ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻസ് വന്നിട്ട് റോങ് ആണ്. ഇൻഫർമേഷൻസ് പറഞ്ഞ വേർഡ് ഇല്ല, ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഇതേപോലെ കുറെ വേർഡ്സ് ഉണ്ട്, ലൈക്ക് സീനറി, ലഗേജ് ആയിക്കോട്ടെ, പിന്നെ ബാഗേജ്, പിന്നെ എക്വിപ്മെന്റ്, ഫേർണിച്ചർ. ഇതിനൊന്നും നമ്മൾ പ്ലൂറൽ ഫോം പറയാൻ പറ്റില്ല. ഫേർണിച്ചർ ഇതിനൊക്കെ പ്ലൂറൽ ഫോം ഇല്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇൻഫർമേഷൻ, പിന്നെ അഡ്വൈസ്, ഇതൊക്കെ വന്നിട്ട് അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ ഇതിന്റെ പിന്നെ എസ് വരാൻ പാടില്ല. എക്വിപ്മെന്റ്സ് പറഞ്ഞിട്ടില്ല, ഫേർണിച്ചേഴ്സ് ഇല്ല, ലഗേജസ് ഇല്ല. സോ ഇതൊക്കെ വന്നിട്ട് പ്ലൂറൽ ഫോം ഇല്ല. സെയിം കുറെ പേര് ഈ വേർഡ് യൂസ് ചെയ്യും, പീപ്പിൾസ് യൂസ് ചെയ്യും. സോ ദർ ഇസ് നോ വേർഡ് കോൾഡ് പീപ്പിൾസ്. പീപ്പിൾ മാത്രമല്ല, എന്താ വെച്ചാൽ പീപ്പിൾ എന്ന് പറഞ്ഞത് ഓൾറെഡി ഒരു പ്ലൂറൽ ഫോം ആണ്. ഓക്കെ, സോ പീപ്പിൾസ്, അഡ്വൈസസ്, ഫർണിച്ചർ, എക്വിപ്മെന്റ്, സീനറി, ലഗേജ്, ഇൻഫർമേഷൻസ് അങ്ങനെയൊന്നും ഇല്ല. സോ ആൻസർ ഇൻഫർമേഷൻസ് പറഞ്ഞതിൽ ഓൾറെഡി ഇത് അൺകൗണ്ടബിൾ നൗൺ ആണ്.
Then third one, ഇത് എന്താണ്? ഇത് again possessive case base ചെയ്തുള്ള റൂൾ ആണ്. വേൾഡ്സ് ലാർജസ്റ്റ്, വേൾഡിന്റെ ലാർജസ്റ്റ്, വേൾഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എന്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യും? അപ്പോസ്ട്രോഫി എസ് കൊടുക്കും. സോ വേൾഡ്സ് ലാർജസ്റ്റ്. ഓക്കെ. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡോർസ് ടു ഡോർ ഇസ് ദി എറർ. ആൻഡ് ഡോർസ് ടു ഡോർ വരില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് when two nouns are connected by a preposition. So ഇവിടെ two nouns എന്താണ്? ഈ ഡോർ, ഡോർ, ഡോർ പറഞ്ഞ നൗണിന് ഈ ടു പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ when two nouns are connected by a preposition, then ആ നൗൺ വന്നിട്ട് എപ്പോഴും സിംഗുലർ ഫോമിലേ വരുള്ളൂ. സോ സിംഗുലർ ഫോമിലേ വരുള്ളൂ. സോ ഡോർ ടു ഡോർ. Then next one വന്നിട്ട് fifth one, ധോണി is one of the best cricketers in the world. So cricketers, ഇത് പ്ലൂറൽ വരണം, ഇത് പ്ലൂറൽ ഫോമിൽ വരണം. എന്താണ് ഈ വൺ ഓഫ് ദി എന്ന് വന്നു വെച്ചാൽ അതിന്റെ പിന്നെയുള്ള നൗണ് എപ്പോഴും പ്ലൂറൽ ഫോമിൽ വരാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ ഗ്രൂപ്പ് ആയിട്ടുള്ള സാധ്യതക്കാണ് നമ്മൾ ഒന്ന് ചൂസ് ചെയ്യാം. സോ വൺ ഓഫ് ദ വെച്ചാൽ ഇതിൽ പ്ലൂറൽ വരണം. സോ ഹിയർ ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് പ്ലൂറൽ ഫോം വരണം. സോ ഇത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് പിന്നെ ഇനി ഒരാൾ ചോദിച്ചിരുന്നു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്. സോ ഫസ്റ്റ് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചാൽ പേടിച്ച് കളയുന്നങ്ങളൊക്കെ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് കോൺസെപ്റ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അത് ഭയങ്കര ഈസി ആയിരിക്കും. ബട്ട് ഇപ്പൊ വന്നിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഇനിമേൽ നോക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഇതിൽ വന്നളയും, സിറ്റുവേഷനിൽ വന്നളയും. സോ നമ്മൾ ഇപ്പോ സിംഗിൾ ലൈൻ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് ഒന്ന് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ടോപ്പിക് നമ്മൾ പോവാം. ഓക്കെ. ഇന്നത്തെ ടോപ്പിക് പ്രൊനൗൺസ് ആണ്. അപ്പൊ പ്രൊനൗൺസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് പ്രൊനൗൺസ്. ഓക്കെ. ആൻഡ് ആസ് യു ക്യാൻ സീ ഇൻ ദ ടേബിൾ ഇതൊക്കെയാണ് പ്രൊനൗൺസ്. ഐ, വി, ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെ. ആൻഡ് സബ്ജക്റ്റീവ് പ്രൊനൗൺ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, പൊസസീവ് ഉണ്ട്. സോ പൊസസീവ് വന്നിട്ട് എന്താണ്? അതിന്റെ അങ്ങനെ പറയുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യും. ലെറ്റ്സ് ഡിസ്കസ് ഈച്ച് വൺ ബൈ വൺ. ഓക്കെ. സോ ഫസ്റ്റ് വന്നിട്ട് സബ്ജക്റ്റീവ്. ഇപ്പൊ സബ്ജക്ട് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ചെറിയ ഗ്ലാൻസ് എന്താണെന്ന് നോക്കാം. സബ്ജക്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സബ്ജക്റ്റും പറഞ്ഞതാണ് ഈ ആക്ഷൻ. ഓക്കെ. ആക്ഷൻ ചെയ്യണം. അതായത് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. അപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു സബ്ജക്റ്റ് ആണ്. സോ ഐ വന്നിട്ട് ഞാനല്ല ഇപ്പോ ടീച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ടീച്ച് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ലേ? അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ടീച്ചിങ് വന്നിട്ട് ആക്ഷൻ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ആക്ഷനെ പെർഫോം ചെയ്യുന്നു. ഓക്കെ. സോ ഐ ഇവിടെ സബ്ജക്റ്റ് ആയി. ഓക്കെ. ആൻഡ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞത് റിസീവർ ഓഫ് ദി ആക്ഷൻ. അങ്ങനെയാണ് ഇതിന് ഷോർട്ട് പറയാ. സോ ഇത് വന്നിട്ട് പ്രോപ്പർ ഡെഫിനേഷൻസ് അല്ല, ബട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പറയാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ ഇവിടെ വന്ന് ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ്. ഓക്കെ. ഐ ആം ടീച്ചിങ് യു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റീവ് പറഞ്ഞ നൗൺസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റീവ് പറഞ്ഞ നൗൺസിന്റെ മുകളിലാണ് ഈ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ. സബ്ജക്റ്റ് വന്നിട്ട് they do the action, objective വന്നിട്ട് on which the action is done. ഓക്കെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ആക്ഷൻ പെർഫോം ചെയ്യുന്നു. സോ ഈ ഐ വന്നിട്ട് സബ്ജക്റ്റീവ് ആണ്, ബട്ട് ഇവിടെ യു ഉണ്ട്. ഓക്കെ. യു ഉണ്ട്. സോ ഞാൻ ആരിനെ പഠിപ്പിക്കുന്നു? നിങ്ങൾക്ക്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്കാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ യു പറഞ്ഞത് objective ആയി. ഓക്കെ. on which the action is performed. അപ്പൊ ഇവിടെ ആർക്കാണ് ചെയ്യണ? ഈ ഐ എന്ന് പറഞ്ഞത് is doing this action on whom? you. ഓക്കെ. സോ ഈ യു എന്ന് പറഞ്ഞത് objective ആയി. സോ ഇത് വന്നിട്ട് ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മൾ എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഇനിയും ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
ഇത് ഒന്ന് ഈ ടേബിൾ ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, നിങ്ങളുടെ എന്ത് കംഫർട്ടബിൾ ആയിട്ടുണ്ടോ അത് ചെയ്തോളൂ. സോ ഇത് വന്നിട്ട് ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ചെറിയ കുട്ടികൾ സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് പേഴ്സൺ ഇതൊക്കെ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. സോ ഈ ഞാന്, നമ്മള് ഇതൊക്കെ വന്നിട്ട് ഫസ്റ്റ് പേഴ്സൺ വരും. സെക്കൻഡ് വന്നിട്ട് യു, യുവർ, ഇതൊക്കെ സെക്കൻഡ് പേഴ്സൺ ആണ്. തേർഡ് വന്നിട്ട് സമ്മൺ, ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെ വന്നിട്ട് തേർഡ് പേഴ്സൺ ആണ്. അപ്പോ സബ്ജക്റ്റീവില് ഈ ഐ, വി, യു ഇതൊക്കെ വന്നിട്ട് സബ്ജക്റ്റീവ്. ഈ സെക്കൻഡ് കോളം മീ, അസ് ഇതൊക്കെ വന്ന് ഒബ്ജക്റ്റീവ് ആയിട്ട് വരും. ആൻഡ് പൊസസീവ് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഇതാണ് പൊസസീവ്. ഈ രണ്ട് കോളമായിട്ട് ഇത് ഞാൻ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് ഇപ്പൊ നോക്കാം. ഈ ഇവിടെ വന്നിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതില് കുറെ പേര് കൺഫ്യൂസ് ആവും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എക്സാംസിൽ ഇതൊക്കെ ഇതിനെ വെച്ചിട്ട് ചോദിക്കാറുണ്ട് സംടൈംസ്. സോ ഇതൊന്ന് നോക്കിക്കോളൂ. ഇപ്പൊ ഞാന് ഇപ്പൊ ബാഗ് നിങ്ങൾ എടുക്കുന്നത് വെച്ചോളെ, പൊസിഷൻ പറഞ്ഞു വെച്ചാൽ എന്താണ്, എന്റെ, ഇതിന്റെ, എന്റെ എന്ന് പറയണത് അതാണ് വന്ന് പൊസിഷൻ. നമ്മൾ ഇന്നലെ നോക്കി അപ്പോസ്ട്രോഫി എസ് കൊടുക്കുന്നത്. സോ പ്രൊനൗൺസിൽ പൊസിഷൻ എന്താണെന്ന് നോക്കാം. മൈ ബാഗ്, അപ്പൊ എന്റെ ബാഗ്, അവർ ബാഗ്സ്. ഓക്കെ, സോ ഇങ്ങനെ ഇന്റെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പൊസിഷൻ. യുവർ ബാഗ്, ഹിസ് ബാഗ്, ഹെർ ബാഗ്, ഇറ്റ്സ് ബാഗ്, ദെയർ ബാഗ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് പൊസിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അത്ര ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആവശ്യമില്ലാന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടെ മൈൻഡ് എന്ന് വരുന്നത്, ഈ പൊസിഷൻ, ഈ ഫസ്റ്റ് ടേബിളിന്റെയും ഈ സെക്കൻഡിന്റെയും എന്താ വ്യത്യാസം എന്ന് ഇപ്പൊ നോക്കാം, ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. ഹേർ എന്ന് പറഞ്ഞ്, ഹേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ വന്ന് ഞാൻ അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ എടുക്കാം. അവർ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ എടുക്കാം. അവർ, അവേഴ്സ് എന്താ ഡിഫറൻസ് എന്ന് നോക്കാം. അവർ കൺട്രി. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൺട്രി, ഇപ്പൊ ഇത് വന്നിട്ട് പൊസസീവ് ആയില്ല, നമ്മുടെ, എന്റെ അങ്ങനെ വന്നു. ഇത് വന്നിട്ട് അവേഴ്സ് എന്താണ് ഡിഫറൻസ് എന്ന് നോക്കിച്ചാ, ദിസ് കൺട്രി ഇസ് അവേഴ്സ്. അവേഴ്സ്, ഈ അവേഴ്സ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കൺട്രി എന്ന് പറഞ്ഞില്ലേ, ഇതെന്താണ് പൊസസീവ് പ്രൊനൗൺ ആണ്. അവർ എന്ന് പറഞ്ഞത് പൊസസീവ് പ്രൊനൗൺ ആണ്. ഇവിടെ ഉള്ളത് പൊസസീവ് പ്രൊനൗൺ ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ടേബിൾ, ഈ ഫസ്റ്റ് ടേബിളിൽ വരുന്നതൊക്കെ ഇമീഡിയറ്റ് ആയിട്ട് നൗൺ ഫോളോ ചെയ്യും. മൈ ബാഗ്, അവർ കൺട്രി, യുവർ കൺട്രി, ഹിസ് കൺട്രി, ഹെർ കൺട്രി, ഇമീഡിയറ്റ് ആയിട്ട് അതായത് ഒരു നൗൺ ഫോളോ ചെയ്യും. ഇപ്പോ ഇവിടെ നോക്കിച്ച ഈ സെക്കൻഡ് ടേബിൾ നോക്കിച്ച ഇമീഡിയറ്റ് ആയിട്ട് നൗൺ ഫോളോ ചെയ്യില്ല, പക്ഷെ പൊസസീവ് പറഞ്ഞിട്ടുള്ള കേസിൽ ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ദിസ് കൺട്രി ഈസ് അവേഴ്സ്, ഈ കൺട്രി നമ്മുടെയാണ്. ഓക്കെ, നമ്മുടെ ആണ്, അങ്ങനെ നമ്മൾ പറയണം. അപ്പൊ ഈ അവേഴ്സിന്റെ പിന്നെ ഈ നൗണ് എപ്പോഴും ഫോളോ ചെയ്യില്ല. ഓക്കെ, ഈ അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ദയേഴ്സ്, ഇതിന്റെ പിന്നെ നൗണ് ഫോളോ ചെയ്യില്ല. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പൊ ഈ സെക്കൻഡ് ടേബിളിൽ ഇമീഡിയറ്റ് ആയിട്ട് നൗൺ ഫോളോ ചെയ്യില്ല, ഇതില് ഇമീഡിയറ്റ് ആയിട്ട് നൗൺ ഫോളോ ചെയ്യും. അതാണ് ഇതിന്റെ ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ, ഈ സെക്കൻഡ് ടേബിളില് ഇതൊക്കെ വന്നിട്ട് ജസ്റ്റ് ലാസ്റ്റിലേ വരുള്ളൂ അങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ ഇന്നൊരു എക്സാമ്പിൾ പറയാം. അവേഴ്സ് ഇസ് എ പോപ്യുലസ് കൺട്രി. ഇപ്പോ ഈ അവേഴ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു പോപ്പുലസ് ആയിട്ടുള്ള കൺട്രി ആണ്. അപ്പോ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അവേഴ്സ് എന്ന് പറഞ്ഞത് ഫസ്റ്റിൽ വരുന്ന ഈ സെന്റൻസിൽ, അപ്പൊ ഈ അവേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നൗൺ ഫോളോ ചെയ്ത ഇല്ല. പക്ഷെ എന്താണ്, ഇത് നമ്മുടെ ആണ്, നമ്മുടെ പൊസസീവ് ഫോർമേഷൻ വരുന്നുണ്ട്. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ അവേഴ്സ് എന്ന് പറഞ്ഞത് ഇത് ഫസ്റ്റിൽ വരാം, ഇല്ലെങ്കിൽ ലാസ്റ്റിൽ, എവിടെ വേണമെങ്കിലും വരാം. പക്ഷെ അവേഴ്സ് പൊസസീവ് ആണ്, ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നൗൺ ഫോളോ ചെയ്യില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ ടേബിളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ചെറിയ ഇത് എന്താ പറയാ, ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ടേബിളിൽ എന്താ ഡിഫറൻസ് ആണെന്ന് നോക്കിയിട്ട് ഇതിൽ എസ് വരുന്നുണ്ട്, ഒന്ന് നോക്കിക്കോളും. ഇവിടെ ഹിസ് അല്ലാത്ത, മൈൻ അല്ലാത്ത എല്ലാത്തിനും ഇറ്റ്സ്
എസ് ദയേഴ്സ് അവേഴ്സ് യുവേഴ്സ് എല്ലാത്തിലും ഈ എല്ലാ വേർഡ്സിലും ഈ എസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ എസ് എന്ന് പറഞ്ഞിട്ടുള്ള പൊസസീവ് പ്രൊനൗൺ വെച്ചാൽ ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് നൗണ് വരില്ല. അത് മാത്രം ഓർമ്മ വെച്ചോളെ, നോട്ട് ചെയ്തോണെങ്കിൽ വെച്ചോളെ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഇറ്റ്സ് എന്ന് പറഞ്ഞതും ഇറ്റ് ഇറ്റ്സ് വെസസ് ഐ ടി അപ്പോസ്ട്രോഫി എസ്. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഞാൻ ഇമ്പോർട്ടന്റ് മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ്സ് വെർസസ് ഐ ടി അപ്പോസ്ട്രോഫി എസ്. ഇതിന് എന്താണ് ഡിഫറൻസ് നോക്കിയിട്ട് ഇത് കുറച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഇറ്റ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് പൊസസീവ് ആണ്, അതിന്റെ തേർഡ് പേഴ്സൺ പൊസസീവ് ആണ്, അതായത് എസ് കൂടി ചേർന്ന് വെച്ചാൽ. പക്ഷേ ഇത് നമ്മൾ അന്ന് എന്ത് പറഞ്ഞിരുന്നു, അപ്പോസ്ട്രോഫി എസ് വെച്ച പൊസസീവ് ആണ്. ബട്ട് എക്സെപ്റ്റ് ഇട്ട് അല്ലാത്ത ബാക്കി എല്ലാത്തിനും, അതായത് റാംസ് ആയിക്കോട്ടെ ജോൺസ് ആയിക്കോട്ടെ, അതിനൊക്കെ വന്നിട്ട് അപ്പോസ്ട്രോഫി എസ് വെച്ച പൊസസീവ് ആണ്. ബട്ട് ഇട്ടിന് മാത്രം അപ്പോസ്ട്രോഫി എസ് വന്നു വെച്ചാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് എന്ന് അർത്ഥം. ഇറ്റ് ഇസ് എന്ന് പറഞ്ഞ വേർഡിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ അപ്പോസ്ട്രോഫി എസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്തിട്ട് സ്പെഷ്യൽ കേസ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോലെ. ഇത് ചോദിക്കാറുണ്ട്, ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇത് എറർ സ്പോട്ടിങ്ങില്. സോ ഇത് പൊസസീവ് പറഞ്ഞ ഐ ടി എന്ന് പറഞ്ഞ വേർഡിന് ഐ ടി എസ് സിംഗിൾ വേർഡ് ആയിട്ട് വന്നു വെച്ചാൽ അത് പൊസസീവ് ആണ്. ഇറ്റ്സ് ബാഗ്, ഐ ടി എസ് ബാഗ്, ഐ ടി apostrophe s a cat. Okay, it is a cat. It apostrophe s ഇതിന്റെ മീനിങ് എന്താണ്, ഇറ്റ് ഇസ് എന്ന് അർത്ഥം. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്ത് വെച്ചോളെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ, എഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ verbs and prepositions. Note ചെയ്തോളെ. നെക്സ്റ്റ് റൂൾ, verbs and prepositions are always followed by objective case. Okay, objective case of pronoun. പ്രൊനൗണിന്റെ ഒബ്ജക്റ്റീവ് കേസ് മാത്രമേ ഈ verbs and prepositions ഫോളോ ചെയ്യുള്ളൂ. ഇത് ഒരു റൂളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്. ഫോർ എക്സാമ്പിൾ, I am teaching him. Okay, I am teaching him. ഇപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഞാൻ ഓൾറെഡി എക്സാമ്പിൾ തന്നിരുന്നു. സോ ഒബ്ജക്റ്റീവ് എന്താണ് ഇവിടെ, ഹിം. സോ ഈ ടീച്ചിങ് പറഞ്ഞത് എന്താണ്, ഇതൊരു വേർബ് ആണ്. സോ ഇമീഡിയറ്റ് ആയിട്ട് എന്താണ് ഈ ഹിം എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റീവ് കേസ് അല്ല. ഹി വന്നിട്ട് സബ്ജക്റ്റീവ്, ഹിം വന്നിട്ട് ഒബ്ജക്റ്റീവ് ആണ്. സോ ടീച്ചിങ് പറഞ്ഞിട്ടുള്ള വേർബിന് ഇമീഡിയറ്റ് ആയിട്ട് എന്ത് ഫോളോ ആയി, ഒബ്ജക്റ്റീവ് കേസ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു എക്സാമ്പിൾ, let me sleep. ഓക്കെ, ലെറ്റ് എന്ന് പറഞ്ഞത് എന്താണ്, വേർബ് ആണ്. ലെറ്റ് ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് സബ്ജക്ട്, ഐ വന്ന സബ്ജക്റ്റ്, മീ ഈ വേർബിനെ ഫോളോ ചെയ്തിട്ട് എന്ത് വന്നു ഈ ഒബ്ജക്റ്റീവ് കേസ് വന്നു. ഇനിയൊരു എക്സാമ്പിൾ യൂസിങ് പ്രപ്പോസിഷൻ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വേർബിനെ ഫോളോ ചെയ്തിട്ട് എപ്പോഴും ഒബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രൊനൗൺ മാത്രമേ വരാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ബിറ്റ്വീൻ you and him, he is clever. Okay, between you and him he is clever. അപ്പോ ഞാൻ ഇവിടെ ഇത് ഈ ബിറ്റ്വീൻ പറഞ്ഞത് എന്താണ്, പ്രപ്പോസിഷൻ ആണ്. സോ ഇവിടെ യു വന്നിട്ട് ബോത്ത് കേസസ് സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ആണ്. സോ ഹിം എന്ന് പറഞ്ഞത് എന്താണ്, ഒബ്ജക്റ്റീവ് ആണ്. സോ ഇവിടെ വന്നിട്ട് ആൻഡ് വന്ന് കൺജക്ഷൻ ആണ്. ഓക്കെ, പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ് വിത്ത് ആൻഡ് എന്ന് പറഞ്ഞത് കൺജക്ഷൻ ആണ്. ബട്ട് ബിറ്റ്വീൻ ഫോളോ ചെയ്തിട്ടാണ് ഹിം ഉള്ളത്.
സോ ഹിം വന്നിട്ട് ഈ ബിറ്റ്വീൻ അക്കോർഡിംഗ് ആയിട്ടാണ് ഈ ഹിം എന്ന് പറഞ്ഞത് ഹീ എന്ന് പറഞ്ഞ സബ്ജക്റ്റീവ് ആവാണ്ട് ഹിം വന്ന് അബ്ജക്റ്റീവ് ആയി. ഓക്കെ, സോ പ്രൊപ്പസിഷനും വേർബിനെയും ഫോളോ ചെയ്തിട്ട് എപ്പോഴും അബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രൊനൗൺ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് റൂള് ഹൂ ആൻഡ് ഹൂമിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹൂ വന്നിട്ട് സബ്ജക്റ്റീവ് ആണ്, ഹൂം വന്നിട്ട് അബ്ജക്റ്റീവ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇത് എങ്ങനെ ഫിൽ ഔട്ട് ചെയ്യുമെന്ന് നമ്മൾ നോക്കാം. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് സപ്പോസ് നമ്മൾക്ക് ഇതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കണം. സോ ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ ഫോർ ഹൂം. ഇറ്റ് വാസ് he who called me that day. Okay, so ഞാൻ എങ്ങനെ ഇത് who why it is who not whom എന്ന് നോക്കാം. It was he. Okay, it was he, അവനായിരുന്നു. who വന്നിട്ട് ഇത് കണക്ട് ചെയ്യുന്നു, ഈ രണ്ട് സെന്റൻസിന് കണക്ട് ചെയ്യുന്നു നമ്മൾ വെക്കാം. സോ ഇറ്റ് വാസ് ഹി എന്ന് ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. പിന്നെ ഹി കോൾഡ് മീ എന്ന് ഇനിയൊരു സെന്റൻസ് ഉണ്ട്. സോ നമ്മൾ രണ്ട് സെന്റൻസിന് ഹി കോൾഡ് മീ ദാറ്റ് ഡേ, ഈ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹൂ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ ഹീന്റെ പകരം നമ്മൾ ഹൂ യൂസ് ചെയ്തു. സോ ഹീ എന്ന് പറഞ്ഞത് സബ്ജക്റ്റീവ് കേസ് അല്ലേ, ഹീ എന്ന് പറഞ്ഞത് സബ്ജക്റ്റീവ് കേസ് അല്ല. സോ അതിന് പകരം സബ്ജക്റ്റീവ് കേസിന് പകരം ഞാൻ ഹൂ ഇട്ടുണ്ട്. സോ ഹൂ എന്നാണ് സബ്ജക്റ്റീവ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൂന്റെ പിന്നെ ഉള്ള സെന്റൻസ് നമ്മൾ സെക്കൻഡ് സെന്റൻസ് ആയിട്ട് എടുത്തിട്ട് അതിന് നമ്മൾ ഫിൽ ഔട്ട് ചെയ്യണം. വെച്ചാൽ അതിനെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ സബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രൊനൗൺ വരുന്ന അതിൽ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ വരുന്ന നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് പിന്നെ സബ്ജക്റ്റീവ് വന്നു വെച്ചാൽ നമ്മൾ ഹൂടും ഒബ്ജക്റ്റീവ് വന്നു വെച്ചാൽ ഹൂം ഇടും. ഇനിയൊരു എക്സാമ്പിൾ ഹൂം വെച്ചിട്ടുള്ള എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം. ഷീ was the person whom I met at the library. She was the person whom I met at the library. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്. ഇവിടെ എന്താണ് ഹോം വരുന്നത്, നമ്മൾ ഈ രണ്ട് പാർട്ടായിട്ട് രണ്ട് സെന്റൻസ് ആയിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഐ മെറ്റ് അറ്റ് ദി ലൈബ്രറി വന്നിട്ട് സെക്കൻഡ് സെന്റൻസ് വെച്ചിട്ട് നമ്മൾ ഈ സെന്റൻസിനെ നമ്മൾ എങ്ങനെ ഫിൽ ഔട്ട് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഐ മെറ്റ് ഹെർ, ഹെർ വരും. ഐ മെറ്റ് ഹെർ അറ്റ് ദി ലൈബ്രറി. അപ്പൊ ഹെർ എന്ന് പറഞ്ഞത് എന്താണ്, ഈ ഹെർ എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രൊനൗൺ. അപ്പൊ ഈ ഹെറിന്റെ പകരം നമ്മളിവിടെ ഹൂം വന്നിട്ടോ, അപ്പൊ ഈ ഹൂം വന്നിട്ട് ഒബ്ജക്റ്റീവ് ആണ്. സോ ഹെർ ഒബ്ജക്റ്റീവിന് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് എന്താണ് നമ്മൾ ഈ ഹോം ഇട്ടിട്ടുണ്ട്. സോ ഹോമും ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരാൻ പാടുള്ളൂ. ഓക്കെ, ഇന്ന് കുറച്ച് റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നാളെ നമ്മൾ റിമൈനിങ് റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ടിൽ ദെൻ ബൈ.